ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കാണിച്ചു തരുന്നത് 3 വയസ്സായ കുട്ടികൾക്കുള്ള അംബ്രല കട്ട് ഫ്രോക്കിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതേപോലെ ഇതേ അളവുള്ളവർക്കാണെങ്കിൽ ഇതിൽ നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓപ്പോഷന് ബ്ലാക്ക് ഇതിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 4.25 ഷോൾഡർ വരുന്നത് കേട്ടോ. 9.25 ഇഞ്ചാണ് ടോട്ടൽ വരുന്നത്. അതിൻ്റെ പകുതിയാണ് 4.25. അതുപോലെ ആം ഹോൾ വരുന്നത് 4.5 ഇഞ്ചിലാണ് എടുക്കുന്നത്. പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ 1 ഇഞ്ച് കയറ്റി വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വരയ്ക്കുക കേട്ടോ. വലിയവർക്ക് 1.5 ഇഞ്ചാണ്, ചെറിയവർക്ക് 1 ഇഞ്ച്. അതുപോലെ നെക്ക് 1.5 ഇഞ്ച് ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ വൈഡാണ് കാണിക്കുന്നത്. 20 ഇഞ്ചാണ് ചെസ്റ്റ് എടുത്ത് വരുന്നത്. അതിൻ്റെ 4/1 ഭാഗം എന്ന് പറയുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ പ്ലസ് 2 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് സിബ് വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് 2 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വേസ്റ്റ് ലെങ്ത്ത് 9 ഇഞ്ചാണ് വരുന്നത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓരോ അളവിൻ്റെ 4/1 ഭാഗമാണ് ഞാനിവിടെ എടുക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതേപോലെ നോക്കി മനസ്സിലാക്കിയിട്ട് ഇവിടെ മാത്രം 1 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വേസ്റ്റിൻ്റെ വിട്ട് വരുന്നത് 4.25 ഇഞ്ചാണ്. 19.5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 4/1 ഭാഗം വരുന്ന 4.25 ഇവിടെയാണ് 1 ഇഞ്ച് കയറ്റി വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് സ്കേർട്ട് തയ്ച്ച് വരുമ്പോൾ സൈഡിലേക്ക് 2 സൈഡും ഇങ്ങനെ തൂങ്ങി എടുക്കുന്ന പോലെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് അംബ്രല കട്ടിനും ഏലൻ കട്ടിനും ചെയ്യുന്നതാണ്. അത് 2.5 ഇഞ്ച് 3 ഇഞ്ചൊക്കെയാണ് അങ്ങനത്തെ ചുരിദാറിന് കൊടുക്കുക. നമ്മൾ കുട്ടികളുടെ ഫ്രോക്കിന് വെറും 1 ഇഞ്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിവിടെ 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. ഫുൾ ഫ്ലെയർ അംബ്രല കട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഈ വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം എത്രയാണെന്നുള്ളത് നോക്കുക. അതിൻ്റെ 4/1 ഭാഗം വരുന്നത് 3.25 ഇഞ്ചാണ് വരുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിൽ കൂടെ കൂടുതൽ വേണ്ട. അതുകൊണ്ടാണ് യോക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതവിടെ ഷേപ്പിൽ വേണം വരച്ചിട്ട് കൊടുക്കാൻ അളന്നിട്ട്. പിന്നെ ടോട്ടൽ ലെങ്ത്ത് 23 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് ഞാൻ കൂട്ടി കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും 1 ഇഞ്ചോ 2 ഇഞ്ചോ കൂട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കുറച്ച് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റാവും. ചിലർക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണെങ്കിൽ അടിയിൽ കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സ്കേർട്ടിൻ്റെ കട്ടിങ്. അപ്പോൾ ഇതേപോലെ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ നെറ്റിൻ്റെ പോർഷനും കൂടെ കട്ട് ചെയ്തെടുക്കുന്നത്. നെറ്റ് പുറമെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് നെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ അളവ് അത് വെച്ചിട്ട് നമ്മൾ ബ്ലാക്ക് നെറ്റും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെറ്റിൻ്റെ ഫാബ്രിക് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ ഇതേ പോർഷൻ തന്നെ ഈ സ്കേർട്ട് പോർഷൻ ആദ്യം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതല്ല വെച്ചെങ്കിൽ നമ്മൾക്ക് അതേ അളവ് അറിയാമെങ്കിൽ അത് വെച്ചിട്ടും കട്ട് ചെയ്യുക. ഇതിൽ ഞാൻ ഒരു വ്യത്യാസം വരുത്തുന്നത് നെറ്റ് 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ നെറ്റ് ഫാബ്രിക് കട്ട് ചെയ്യുന്നത്. ഇത്രയുള്ള സ്കേർട്ടിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് വീഡിയോ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ട് ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെയാണ് ഇത് ഫൈനൽ ലുക്ക് വരിക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്